ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും എന്താണ് മോഡുലേഷൻ എന്നും അതുപോലെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്നും ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ നോക്കൂ, കോൺസെപ്റ്റ് ഓഫ് AM and FM. കോൺസെപ്റ്റ് ഓഫ് AM and FM സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പറയുന്നുണ്ട്, നോ ഡെറിവേഷൻസ് റിക്വയർഡ്. അപ്പോൾ AMൻ്റെയും FM-ൻ്റെയും ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് AM FM എന്നുള്ള വേർഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ആക്ച്വലി AM? AM സ്റ്റാൻഡ്സ് ഫോർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ. What is FM? FM stands for frequency modulation. Frequency modulation. അപ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതുപോലെ എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ? ഈ AM-ഉം FM-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അതിൻ്റെ ബേസിക് കമ്പാരിസൺസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ AM-ഉം FM-ഉം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഈ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എന്താണ് മോഡുലേഷൻ എന്ന് പറഞ്ഞത്, മോഡുലേഷൻ്റെ റെലവൻസ് എന്താണെന്നും നീഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ട് രീതിയിലുള്ള മോഡുലേഷൻ സിസ്റ്റംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ. നമുക്ക് എന്താണ് എന്ന് നോക്കാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. രണ്ട് കോൺസെപ്റ്റും ഞാൻ ഒരൊറ്റ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ സോഴ്സും ട്രാൻസ്മിറ്ററും ചാനലും റിസീവറും ഡെസ്റ്റിനേഷനും എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി സ്പെക്ട്രംസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ഫിസിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കുന്ന ഡിവൈസാണ് ഇൻഫർമേഷൻ സോഴ്സ്, അല്ലേ? ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ആക്കുന്ന ഡിവൈസാണ് ട്രാൻസ്മിറ്റർ. ഇലക്ട്രോ മാഗ്നറ്റിക്കിനെ തിരിച്ച് ഇലക്ട്രിക്കലാക്കുന്ന സർക്യൂട്ടാണ് റിസീവർ. ഇലക്ട്രിക്കലിനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ എന്ത് തന്നെയായിട്ട് മാറും? ഫിസിക്കലായിട്ട് മാറും. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക്കായി മാറ്റുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ആക്ച്വലി റിസീവറിൽ നടക്കുക, ഡീമോഡുലേഷൻ. ഓക്കെ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ഒരുപാട് മോഡുലേഷൻ സ്കീംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് മോഡുലേഷനാണ് ആസ് പെർ സിലബസ് പഠിക്കാനുള്ളത്. ഒന്ന് AM അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഒന്ന് FM അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ഇതാണ് മോഡുലേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഡെഫിനീഷൻ നോക്കാം. ഡെഫിനീഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ നമ്മളൊരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ വേവ് ഫോം വരയ്ക്കുമ്പോൾ ബേസിക്കലി അതിന് രണ്ട് ഇൻപുട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഒരു സൈനസോയിഡൽ ഇൻപുട്ടാണ്. ഈ സൈനസോയിഡൽ ഇൻപുട്ടിനെ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്നാണ് പറയുക. മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ എന്നാണ് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ടിനെ പറയുക. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇൻപുട്ട്. നമ്മളൊരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ സെക്കൻഡ് ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതും ഒരു സൈനസോയിഡൽ വേവ് ആണ്. ഇതിന് ആക്ച്വലി നമ്മൾ പറയുന്ന പേരാണ്, ഇൻപുട്ട് നമ്പർ 2ന് നമ്മൾ പറയുന്ന പേരാണ് ക്യാരിയർ വേവ്. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഫോം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മോഡുലേറ്റിംഗ് ഇൻപുട്ടും ഒരു കാരിയർ ഇൻപുട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ AM ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ വെർ ഫ്രീക്വൻസി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ടായിരുന്നു, കാരിയർ സിഗ്നൽ ഉണ്ടായിരുന്നു. നമുക്കുള്ള ഈ കാരിയർ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും? ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ വെർ ഫ്രീക്വൻസി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. എന്തിനനുസരിച്ചാണ് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക? ഈ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കൂടുന്നതിനനുസരിച്ച് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും, മോഡുലേറ്റിംഗ് സിഗ്നൽ കുറയുന്നതിനനുസരിച്ച് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. അപ്പോൾ ഈ രീതിയിലൊരു അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയാം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ. ബട്ട് ഹിയർ
ദ ഫ്രീക്വൻസി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ ആംപ്ലിറ്റ്യൂഡാണ്, അല്ലേ? കോൺസ്റ്റൻ്റ് ആവുന്ന പാരാമീറ്റർ എന്താണ്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഒരു മോഡുലേഷൻ സ്കീമിനെയാണ് നമ്മൾ AM എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പോൾ നമ്മളോട് ചോദിക്കാം വാട്ട് ഈസ് മീൻ ബൈ ഫ്രീക്വൻസി മോഡുലേഷൻ ഓർ വാട്ട് ഈസ് മീൻ ബൈ FM. അപ്പോൾ നമ്മളൊരു ഫ്രീക്വൻസി മോഡുലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം FM ആണ് ഫ്രീക്വൻസി മോഡുലേഷൻ. It is defined as the process of changing the frequency of carrier signal with respect to modulating signal where amplitude is constant. അപ്പോൾ എന്താണ്? The process of changing the frequency of carrier signal. നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് അല്ല, ഒരു കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചും കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മാറുകയാണെങ്കിൽ ഇതിനെ നമുക്ക് FM എന്ന് പറയാം. അപ്പോൾ ഒരു ഫ്രീക്വൻസി മോഡുലേഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ഫ്രീക്വൻസി ഓഫ് കാരിയർ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ വെർ ആംപ്ലിറ്റ്യൂഡ് ഈസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് FM. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും ഒരു FM എന്താണ്, ഒരു AM എന്താണ്. അപ്പോൾ FM നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. FM ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങളെ പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് AM ആണ്. അപ്പോൾ AM വെച്ചിട്ട് കുറച്ച് ബേസിക് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ AMൻ്റെ ഡെഫിനേഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് FM എന്താണെന്നും AMഉം FMഉം തമ്മിലുള്ള കമ്പാരിസണുമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇതായിരുന്നു കാരിയർ സിഗ്നൽ. അപ്പോൾ നിങ്ങൾ നോക്ക്, കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നിങ്ങളിതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആക്ച്വലി എന്ത് സംഭവിച്ചു? നമുക്ക് ആക്ച്വലി ഉണ്ടായിരുന്ന കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നു, അല്ലേ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു? നമുക്ക് ജനറലി നമുക്ക് കിട്ടേണ്ട കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതായിരുന്നു. ഈ ആംപ്ലിറ്റ്യൂഡ് വളരെ മൈന്യൂട്ട് വാല്യൂ ആയിട്ട് മാറി. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് കൂടി, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഇവിടെ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ ആംപ്ലിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആവുന്ന പാരാമീറ്റർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ കാരിയറിൻ്റെ ഫ്രീക്വൻസി എന്താണോ അതേ ഫ്രീക്വൻസിയാണ് എനിക്ക് AMന് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ആക്ച്വലി നമ്മൾ പറഞ്ഞ ഫിഗർ, അല്ലേ? അപ്പോൾ ഫിഗർ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ എടുത്തു. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള സൈൻ വേവ് ആണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പോൾ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിനെ നമ്മൾ ഓൾറെഡി ബ്ലോക്ക് ഡയഗ്രം പറഞ്ഞ സമയത്ത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഡയറക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളൊരു കാരിയർ സിഗ്നൽ യൂസ് ചെയ്തിട്ട് അതിനെ മോഡുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, മെസ്സേജ് സിഗ്നലിനേക്കാളും ഫ്രീക്വൻസി കൂടിയ സിഗ്നലാണ് നമ്മുടെ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വേവ് ഫോം ഒന്ന് ജസ്റ്റ് AMൻ്റെ വേവ് ഫോം ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. ഇത് വരയ്ക്കാൻ വളരെ ഈസിയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്, അല്ലേ? പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിള്, പോസിറ്റീവ് ഹാഫ് സൈക്കിള്, നെഗറ്റീവ് ഹാഫ് സൈക്കിള്, ഇങ്ങനെയാണല്ലോ ആക്ച്വലി എൻ്റെ വേവ് ഫോം വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എൻ്റെ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി വരും. അപ്പോൾ ഞാനതൊരു ജസ്റ്റ് ഡോട്ടഡ് ലൈനായിട്ട് ഇവിടെ വരയ്ക്കുകയാണ്. സോ ഇതാണ് ആക്ച്വലി ഞാൻ എൻ്റെ ആക്ച്വൽ മോഡുലേറ്റിംഗ് സിഗ്നൽ ഇവിടെ അതുപോലെ വരച്ചു, അതായത് പോസിറ്റീവിലും നെഗറ്റീവിലും വരച്ചു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു എന്നല്ല നമ്മൾ പറഞ്ഞത്. ആ കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ഞാൻ ഇവിടെ വരച്ചു. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. അങ്ങനെയല്ല ആക്ച്വലി വരിക. യെസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ വേവ് ഫോം വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. ഇനി നമുക്കിതിൽ നമ്മളെ വേവ് ഫോം വരച്ചൂടെ? കാരിയർ എന്താണോ കിട്ടിയിരിക്കുന്നത് അതേ ഫ്രീക്വൻസി, സെയിം ഫ്രീക്വൻസി വരയ്ക്കണം. സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ തെറ്റിപ്പോവും നമ്മുടെ ഫിഗർ. യെസ്. സോ ദിസ് ഈസ് ആക്ച്വലി AM. ഇതാണ് നമ്മുടെ AM സിഗ്നൽ. അപ്പോൾ ആക്ച്വലി ഈ സിഗ്നലിനെ നമ്മൾ VM എന്ന് റെപ്രസെൻ്റ് ചെയ്യും, ഈ സിഗ്നലിനെ നമ്മൾ VC എന്ന് റെപ്രസെൻ്റ് ചെയ്യും, ഈ സിഗ്നലിനെ നമ്മൾ VAM എന്ന് റെപ്രസെൻ്റ് ചെയ്യും.
അപ്പോൾ ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ വേർ ഫ്രീക്വൻസി ഈസ് കോൺസ്റ്റൻറ്റ്, ദിസ് ഇസ് കോൾഡ് AM. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിതിൻ്റെ വേവ് ഫോം ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു മിനിമം ആംപ്ലിറ്റ്യൂഡും ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡും കിട്ടുന്ന ഒരു പോയിൻറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതാണ് നമുക്ക് AMൻ്റെ വേവ് ഫോം ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ AM വേവ് ഫോം ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ FM വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒറ്റ ചേഞ്ചേ ഉള്ളൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മളെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ നമുക്കതിൻ്റെ വേവ് ഫോം അടുത്ത വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ AM ഡിസ്കസ് ചെയ്തു, വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ AMൽ നമുക്ക് ആദ്യം ഡിറ്റർമൈൻ ചെയ്യാനുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ്, അതുപോലെ എന്താണ് അതിൻ്റെ ബേസിക് ഫൈനൽ എക്സ്പ്രഷൻ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും AMൻ്റെ, അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മളെങ്ങനെ വരയ്ക്കും, അതിൻ്റെ ബാൻഡ് വിഡ്ത്തും പവറും നമ്മളെങ്ങനെ കണ്ടുപിടിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പഠിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ഇതിൽ പറയുന്ന ഈ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഡെറിവേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നൊരു പാരാമീറ്റർ മോഡുലേഷൻ ഇൻഡെക്സ് എന്നുള്ളൊരു പാരാമീറ്ററാണ്. അപ്പോൾ നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് ആൻഡ് കാരിയർ സിഗ്നൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ റേഷ്യോ കോമൺലി നോൺ ആസ് മോഡുലേഷൻ ഇൻഡെക്സ് ഓർ മോഡുലേഷൻ ഫാക്ടർ ഓർ മോഡുലേഷൻ കോയിഫിഷ്യൻ ഓർ ഡിഗ്രി ഓഫ് മോഡുലേഷൻ. അപ്പോൾ എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ്, മോഡുലേഷൻ ഫാക്ടർ, മോഡുലേഷൻ കോയിഫിഷ്യൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമൺ റേഷ്യോ ആണ് ആക്ച്വലി ഇതല്ലേ. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് ആൻഡ് കാരിയർ സിഗ്നൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദെയർ റേഷ്യോ. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെയും കാരിയർ സിഗ്നലിൻ്റെയും ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഫിഗറിൽ നമുക്കൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ടായിരുന്നു VM, ഒരു കാരിയർ സിഗ്നൽ ഉണ്ടായിരുന്നു VC. രണ്ടിൻ്റെയും കൂടി ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലേഷൻ ഇൻഡെക്സ് കിട്ടും. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ നോക്കുക. മോഡുലേഷൻ ഇൻഡെക്സ് M = VM/VC. VM എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഇൻപുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡും VC എന്ന് പറഞ്ഞാൽ നമ്മളെ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡുമാണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആയിരിക്കും ആക്ച്വലി എന്ത് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ AMൽ നമുക്ക് ജനറലി വരുന്നത് 0ക്കും 1നും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് മോഡുലേഷൻ ഇൻഡെക്സ് വരിക. അപ്പോൾ ഈ മോഡുലേഷൻ ഇൻഡെക്സിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഗിവൺ AM വേവ് ഈസ് 5 വോൾട്ട്, മെസ്സേജ് സിഗ്നൽ ഈസ് 3 വോൾട്ട്. ഫൈൻഡ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. ഇത് നമ്മുടെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ് അല്ലേ. മോഡുലേഷൻ ഇൻഡെക്സ് M = VM/VC. നമുക്ക് ഓൾറെഡി VM തന്നിട്ടുണ്ട്. എന്താണ് VM? ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഗിവൺ AM വേവ് ഈസ് 5 വോൾട്ട് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? 2 വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഒന്ന് 5 വോൾട്ടും ഒന്ന് 3 വോൾട്ടും അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഗിവൺ AM വേവ് ഈസ് 5 വോൾട്ട് ആൻഡ് മെസ്സേജ് സിഗ്നൽ ഈസ് 3 വോൾട്ട്. അപ്പോൾ മെസ്സേജ് സിഗ്നൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് VM എത്രയാണ്? 3 വോൾട്ടാണ്. അപ്പോൾ രണ്ടാമത് തന്നിരിക്കുന്ന ആ 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി VC ആയിരിക്കും. VC എന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കിട്ടി 3/5. സോ ഇത് വളരെ ക്ലിയർ ആണല്ലോ. ദിസ് മോഡുലേഷൻ ഇൻഡെക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. 0നും 1നും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ഒരു മോഡുലേഷൻ ഇൻഡെക്സ് എന്നിട്ട് അതിൽ മോഡുലേറ്റിംഗ് സിഗ്നലും കാരിയർ സിഗ്നലും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ വാല്യൂ എപ്പോഴും മോഡുലേറ്റിംഗ് സിഗ്നലും വലിയ വാല്യൂ എപ്പോഴും കാരിയർ സിഗ്നലുമായിട്ട് എടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ റേഷ്യോ കറക്റ്റ് ആവുള്ളൂ, ഒന്നിനേക്കാൾ താഴെയുള്ള വാല്യൂ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടിയും ഇതിൻ്റെ ബേസിൽ ചെയ്തു നോക്കാം. കാൽക്കുലേറ്റ് ദി മോഡുലേഷൻ ഇൻഡെക്സ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ ഇഫ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജസ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ഓഫ് കാരിയർ ആർ 40 × sin ωt ആൻഡ് 50 × sin ωct റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സിഗ്നൽ കണ്ടോ? ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? 40 × sin ωm/t ആണ്. രണ്ടാമത് തന്നിരിക്കുന്ന സിഗ്നലോ 50 × sin ωc/t ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വളരെ ക്ലിയർ ആണ്. sin ωm എന്നുകൊണ്ടത് മോഡുലേറ്റിംഗ് സിഗ്നലും sin ωc വന്നുകൊണ്ടത് കാരിയർ സിഗ്നലുമാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടി VMൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടും. ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് VM 40. അപ്പോൾ VC എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റൻ്റായ 50 ആണ്
അപ്പോൾ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാം. 40/50 40/50 അല്ലേ, എത്ര വരിക? 40/50 എന്ന് പറയുന്നത് ആക്ച്വലി മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് 0.8 കിട്ടും. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് മാത്രമല്ല കാണാൻ പറഞ്ഞത്, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ ആണ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് എം കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? 40/50 × 100 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ എന്ന് പറയുന്നത് 80% എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജനറലൈസ് ആയിട്ടുള്ള ഫോർമുല വെച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി പാരാമീറ്റേഴ്സും കൂടി നോക്കാം. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എമ്മിൻ്റെ വോൾട്ടേജ് ഇക്വേഷനാണ്, അല്ലെങ്കിൽ എമ്മിൻ്റെ ഫൈനൽ ഫോമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ലെങ്തി ഡെറിവേഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി എം വേവ് ഫോം എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഞാൻ എൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ VAM = VC × cos ωct. എന്താണ്? VC × cos ωct പ്ലസ് M × VC/2 cos of ωc - ωm × t പ്ലസ് M × VC/2 cos of ωc + ωm × t. ഇങ്ങനെ 3 ടേമാണ് നമ്മുടെ എമ്മിൻ്റെ ഫൈനൽ എക്സ്പ്രഷനിൽ വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ഡിറൈവ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് പഠിക്കുക. അപ്പോൾ നമ്മളൊരു എമ്മിൻ്റെ ബേസിക് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എമ്മിൻ്റെ ബേസിക് ഇക്വേഷനിൽ നമുക്ക് വരുന്ന എന്താണ്? VC × cos ωct എന്നുള്ളൊരു എക്സ്പ്രഷൻ വരുന്നുണ്ട് അല്ലേ. VC × cos ωct എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിതൊരു കാരിയർ സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ. M × VC/2 cos of ωc - ωm × t എന്നുള്ളത് ആക്ച്വലി ഒരു ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ M × VC/2 cos of ωc + ωm × t എന്നുള്ളത് നമ്മളൊരു ഫ്രീക്വൻസിയെ റെസ്പോൺസ് ചെയ്യുന്നു, അപ്പർ സൈഡ് ബാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ 3 ടേമായിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യാണ്. ദ ഫസ്റ്റ് ടേം റെപ്രസെൻറ്റ് അൺമോഡുലേറ്റഡ് കാരിയർ. ദ 2 അഡീഷണൽ ടേംസ് റെപ്രസെൻറ്റ് 2 സൈഡ് ബാൻഡ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എമ്മിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ VC × cos ωct എന്ന് പറഞ്ഞാൽ കാരിയർ സിഗ്നൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. M × VC/2 cos of ωc - ωm × t എന്ന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. M × VC/2 cos of ωc + ωm എന്ന് പറയുന്നത് അപ്പർ സൈഡ് ബാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം 3 ടേമാണ് ഒരു എമ്മിൽ വരുന്നത്. ഒരു ലോവർ സൈഡ് ബാൻഡ്, ഒരു അപ്പർ സൈഡ് ബാൻഡ്, ഒരു കാരിയർ. 3ൻ്റെയും എക്സ്പ്രഷൻ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എഴുതി അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും ആംപ്ലിറ്റ്യൂഡാണ് ഇവിടെ ഈ നമ്മുടെ എക്സ്പ്രഷനിൽ കാണുന്ന ആദ്യത്തെ ടേം. ഇത് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഇത് LSPയുടെ ആംപ്ലിറ്റ്യൂഡ്, ഇത് USPയുടെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വോൾട്ടേജ് ഇക്വേഷനിൽ നിന്ന് നമുക്കതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ ഈ ലോവർ സൈഡ് ബാൻഡ്, അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുന്നത്. നമ്മളിവിടെ ഒരു ഫ്രീക്വൻസി വരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ കാരിയർ വരയ്ക്കുന്നത് FC. ഇതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റിലാണ് നമുക്ക് LSP വരിക, റൈറ്റ് മോസ്റ്റിലാണ് നമുക്ക് USP വരിക. അപ്പോൾ നിങ്ങൾ നോക്കുക, FC എന്നുള്ളൊരു ഫ്രീക്വൻസി നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ FCയിൽ നിന്ന് FM സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് ലോവർ സൈഡ് ബാൻഡ് കിട്ടുക. FCൻ്റെ കൂടെ FM ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? അപ്പർ സൈഡ് ബാൻഡ് കിട്ടുക. അപ്പോൾ ലോവർ സൈഡ് ബാൻഡും അപ്പർ സൈഡ് ബാൻഡും കാരിയറും വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കാം. So figure shows the frequency spectrum of AM wave. Here horizontal axis represent frequency and vertical axis represent amplitude of the signal. അപ്പോൾ നമ്മൾ X ആക്സിസിൽ ഫ്രീക്വൻസി മാർക്ക് ചെയ്തു അല്ലേ. Y ആക്സിസിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഗിവൺ ഇക്വേഷനിൽ പറഞ്ഞതാണ്, നമ്മളൊരു കാരിയർ സിഗ്നലാണ് എടുക്കുന്നതെങ്കിൽ ആ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്താണ്? കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് VC ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ VC എന്ന് മാർക്ക് ചെയ്യാം. ഒരു ലോവർ സൈഡ് ബാൻഡും ഒരു അപ്പർ സൈഡ് ബാൻഡും ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. M × VC/2, ഇവിടെയും M × VC/2. അപ്പോൾ ഈ M × VC/2 എന്നുള്ളത് ഓൾവേസ് ലെസ് ദാൻ VC ആയിരിക്കും. കാരണം മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നിനേക്കാളും ചെറുതുമാണ്. VC/2 എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ എക്സ്പ്രഷൻ ചെറുതാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള 2 സൈഡ് ബാൻഡ് നമ്മളിവിടെ മാർക്ക് ചെയ്തു, LSPയും USPയും. അതിനേക്കാളും ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഒരു സിഗ്നലാണ് നമ്മുടെ കാരിയർ സിഗ്നൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു AM സിഗ്നലിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് വരച്ചു. X ആക്സിസിൽ ഫ്രീക്വൻസിയും Y ആക്സിസിൽ വോൾട്ടേജും വരച്ചു.
ലോവർ സൈഡ് ബാൻഡിൻ്റെ വോൾട്ടേജ് എം ഇൻറ്റു വി സി ബൈ ടു, അപ്പർ സൈഡ് ബാൻഡിൻ്റെ വോൾട്ടേജ് എം ഇൻറ്റു വി സി ബൈ ടു, കാരിയറിൻ്റെ വോൾട്ടേജ് എന്താണ് വി സി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എ എമ്മിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബാൻഡ് വിഡ്ത്ത് ജനറലായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. വി നോ ദാറ്റ് ബാൻഡ് വിഡ്ത്ത് ക്യാൻ ബി മെഷേർഡ് ബൈ സബ്ട്രാക്റ്റിംഗ് ലോവർ ഫ്രീക്വൻസി ഓഫ് ദി സിഗ്നൽ ഫ്രം ഹയർ ഫ്രീക്വൻസി ഓഫ് ദി സിഗ്നൽ. അപ്പോൾ നമുക്കൊരു ഹയർ ഫ്രീക്വൻസിയും ഒരു ലോവർ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ ഹയർ ഫ്രീക്വൻസിയിൽ നിന്ന് ലോവർ ഫ്രീക്വൻസി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു റേഡിയോൻ്റെ ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി റേഞ്ച് പറയുക, ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി തൊട്ട് ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി വരെ. അത് ഹയർ ഫ്രീക്വൻസിയിൽ നിന്ന് ലോവർ ഫ്രീക്വൻസി കുറച്ച് അതിൻ്റെ മൊത്തം നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന നെറ്റ് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി എഫ് സി പ്ലസ് എഫ് എമ്മും ലോവർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി എഫ് സി മൈനസ് എഫ് എമ്മും ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, എഫ് യു എസ് പി മൈനസ് എഫ് എൽ എസ് പി അല്ല വരിക. അപ്പോൾ ബേസിക്കലി നമ്മൾ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഇങ്ങനെയല്ല, നമുക്ക് എങ്ങനെ എഴുതാം, എഫ് സി പ്ലസ് എഫ് എം മൈനസ് എഫ് സി മൈനസ് എഫ് എം എന്ന് എഴുതാം അല്ലേ. എഫ് സി പ്ലസ് എഫ് എം എന്ന് പറയുന്നത് അപ്പർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസിയും എഫ് സി മൈനസ് എഫ് എം എന്നുള്ളത് ലോവർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, എഫ് സി പ്ലസ് എഫ് എം മൈനസ് എഫ് സി പ്ലസ് എഫ് എം എന്ന് കിട്ടും. ഇവിടെ ഏതൊക്കെ ടേം ക്യാൻസലായി പോവും, ആക്ച്വലി ഈ എഫ് എമ്മും മാത്രം ഇവിടെ കിട്ടും, ഈ എഫ് സിയും മൈനസ് എഫ് സിയും ക്യാൻസലായി പോവും. അപ്പോൾ നമുക്കിവിടെ ബാൻഡ് വിഡ്ത്തിൻ്റെ വാല്യൂ കിട്ടും, ബാൻഡ് വിഡ്ത്ത് വിൽ ബി ഇക്വാലൻ ടു 2 ഇൻറ്റു എഫ് എം. അപ്പോൾ എങ്ങനെയാണ് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിച്ചത്, നമ്മളിപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നിന്ന് അപ്പർ സൈഡ് ബാൻഡിൽ നിന്ന് ലോവർ സൈഡ് ബാൻഡ് സബ്ട്രാക്ട് ചെയ്തു, എഫ് സി പ്ലസ് എഫ് എമ്മിൽ നിന്ന് എഫ് സി മൈനസ് എഫ് എം സബ്ട്രാക്ട് ചെയ്തു, എനിക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടി 2 എഫ് എം. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് പറയാം, ദെർഫോർ ദ ബാൻഡ് വിഡ്ത്ത് റിക്വയർഡ് ഫോർ എ എം ഈസ് ട്വൈസ് ആസ് ദി ഫ്രീക്വൻസി ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന എ എമ്മിൻ്റെ ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. എ എം ബാൻഡ് വിഡ്ത്ത് നമ്മൾ പറഞ്ഞു, എ എമ്മിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എ എമ്മിൻ്റെ പവർ ഇക്വേഷനാണ്. അപ്പോൾ എ എമ്മിൻ്റെ പവർ ഇക്വേഷനും നമ്മൾ ഇതുപോലൊരു ലെങ്തി ഡെറിവേഷനിലൂടെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കതിൻ്റെ ഇക്വേഷൻസ് മാത്രം നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ പവർ ഇക്വേഷൻസ് ബേസിക്കലി കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. വി ഹാവ് സീൻ ദാറ്റ് എ എം വേവ് ഹാസ് 3 കോമ്പണൻറ്റ്സ്, അൺമോഡുലേറ്റഡ് കാരിയർ, എൽ എസ് പി ആൻഡ് യു എസ് പി. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന കാരിയറും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ലോവർ സൈഡ് ബാൻഡും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന അപ്പർ സൈഡ് ബാൻഡും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ടോട്ടൽ പവർ വിൽ ബി ഇക്വാലൻ ടു പി സി പ്ലസ് പി എൽ എസ് പി പ്ലസ് പി യു എസ് പി എന്ന് പറയാം, ആണല്ലോ. അപ്പോൾ പി സി പ്ലസ് പി എൽ എസ് പി പ്ലസ് പി യു എസ് പി നമ്മൾ സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് ഫൈനലി പവർ ഇക്വേഷൻസ് കിട്ടും. ടോട്ടൽ പവർ ട്രാൻസ്മിറ്റഡ് വിൽ ബി ഇക്വാലൻ ടു പി സി ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ ബൈ 2. അപ്പോൾ എന്താണ് പി ടി ടോട്ടൽ പവർ? പി സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, കാരിയറിൻ്റെ പവറാണ് പി സി. അപ്പോൾ ടോട്ടൽ പവർ വിൽ ബി ഇക്വാലൻ ടു കാരിയർ പവർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ ബൈ 2. വാട്ട് ഈസ് എം? എം ഇൻഡിക്കേറ്റ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി അറിയാം ദ മോഡുലേഷൻ ഇൻഡെക്സ് റേഞ്ച് ബിറ്റ്വീൻ 0 to 1. 0 എന്നുള്ളത് മിനിമം വാല്യൂവും 1 എന്നുള്ളത് മാക്സിമം വാല്യൂ ആണെങ്കിൽ, അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ മാക്സിമം വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓൾറെഡി എഴുതാം, പി ടി ഈക്വൽ ടു പി സി ഇൻറ്റു 1 പ്ലസ് 1/2 എന്ന് എഴുതാം. അപ്പോൾ 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ആരാന്നല്ലേ, 1.5. അപ്പോൾ പി ടി ഈക്വൽ ടു 1.5 പി സി എന്ന് എഴുതാം. ഫോർ മാക്സിമം മോഡുലേഷൻ ദ മോഡുലേഷൻ ഇൻഡെക്സ് വിൽ ബി 1. ഈ സമയത്ത് നമുക്ക് എഴുതാം ടോട്ടൽ പവർ ട്രാൻസ്മിറ്റഡ് ഈക്വൽ ടു 1.5 ഇൻറ്റു കാരിയർ പവർ ട്രാൻസ്മിറ്റഡ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ആദ്യം നമ്മൾ എഫ് എമ്മിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളൊരു മോഡുലേഷൻ സ്കീം പറയുകയാണെങ്കിൽ നമുക്കൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ വരും ഫസ്റ്റ് ഇൻപുട്ടായിട്ട്, നമുക്കൊരു കാരിയർ സിഗ്നൽ വരും. ഈ മോഡുലേറ്റിംഗ് സിഗ്നലും കാരിയർ സിഗ്നലും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഫ് എം സിഗ്നൽ കിട്ടും, എഫ് എം ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ഫ്രീക്വൻസി ഓഫ് കാരിയർ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ വെർ ആംപ്ലിറ്റ്യൂഡ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു മോഡുലേഷൻ സ്കീം ഡിസൈൻ ചെയ്യുകയാണ്. ആ മോഡുലേഷൻ സ്കീംസിൽ നമ്മൾ എടുക്കുന്ന കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്യും മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച്. പക്ഷേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിനെ കോൺസ്റ്റൻ്റ് ആയി നിർത്തിക്കൊണ്ട്
ഫ്രീക്വൻസി ഓഫ് കാരിയർ സിഗ്നൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മോഡുലേഷൻ സ്കീമിനെയാണ് നമ്മൾ FM എന്ന് പറയുന്നത്. നമ്മൾ AM പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു, കോൺസ്റ്റൻ്റ് ആവുന്ന പാരാമീറ്റർ ഫ്രീക്വൻസി ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരു FM വേവ് ഫോം വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ. ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ഫ്രീക്വൻസി ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു the process of changing the frequency of carrier signal with respect to modulating signal where amplitude is constant ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വരച്ചിരിക്കുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ വേവ് ഫോമാണ്. രണ്ടാമത് വരച്ചിരിക്കുന്നത് ഗ്രീൻ കളർ എന്ന് പറയുന്നത് ആക്ച്വലി കാരിയർ സിഗ്നലാണ്. മോഡുലേറ്റിങ്ങിനേക്കാളും ഫ്രീക്വൻസി കൂടിയ സിഗ്നലാണ് കാരിയർ സിഗ്നൽ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ, അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിലും, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ജനറലി എനിക്ക് കിട്ടുന്ന കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടുന്നുണ്ട്. മാക്സിമം ഫ്രീക്വൻസി വരുന്നതിൻ്റെ സെൻറ്ററിലാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കുറയുന്നുണ്ട്. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, മോഡുലേറ്റിംഗ് സിഗ്നൽ മെസ്സേജ് സിഗ്നൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടുകയും കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? FM എന്ന് പറയാം. അപ്പോൾ ഈ FMൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ത്രൂ ഔട്ട് ഈ FM സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, നേരത്തെ AMൻ്റെ കേസിൽ അങ്ങനെയല്ലായിരുന്നു. ആംപ്ലിറ്റ്യൂഡ് മാറി ഫ്രീക്വൻസി ആയിരുന്നു കോൺസ്റ്റൻ്റ് ആയത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നീറ്റായിട്ട് വരച്ച് നോക്കാം. അപ്പോൾ നമ്മളൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ വരച്ചു, ഒരു കാരിയർ സിഗ്നൽ വരച്ചു അല്ലേ. നമ്മൾ FM സിഗ്നലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ ലൈൻ ജസ്റ്റ് ഇതുപോലെ ഡോട്ടായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കറിയാം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിള്, പോസിറ്റീവ് ഹാഫ് സൈക്കിള്, നെഗറ്റീവ് ഹാഫ് സൈക്കിള്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ആദ്യം വരുന്നത് അല്ലേ. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ബൈ ഡീഫോൾട്ടായിട്ട് ഈ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടുമെന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം ഫ്രീക്വൻസി കിട്ടുന്നത് ഇത് ഏറ്റവും ടോപ്പ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ വരുന്ന സമയത്താണ് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രീക്വൻസി, ഇതിൻ്റെ വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കണേ, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വരും. മാക്സിമം ഫ്രീക്വൻസി എനിക്ക് എവിടെ കിട്ടും? ഇതിൻ്റെ ഇമ്മീഡിയറ്റ് സെൻറ്ററിൽ കിട്ടും. ഇങ്ങനെയാണല്ലോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴോ ഡീഫോൾട്ടായിട്ട് നമ്മുടെ കാരിയറിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് വരും അല്ലേ. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ഇതിൻ്റെ ഫ്രീക്വൻസി കൂടി വരികയാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ഫ്രീക്വൻസി കുറഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വേവ് ഫോം പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് FM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ത് ചെയ്യാം? വരയ്ക്കാൻ പറ്റും. എല്ലാവർക്കും ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ വരച്ചു, അതിൻ്റെ ബേസിക് ലോജിക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി മോഡുലേഷനുള്ള മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുകയും ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആവുകയും ചെയ്യുകയാണ് ആക്ച്വലി FMൽ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ FMൻ്റെ വേവ് ഫോം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ ഫൈനൽ വേവ് ഫോം അല്ലേ. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് FMൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. നമുക്ക് ഓൾറെഡി AMൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് അറിയാം. VM/VC ആയിരുന്നു AMൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ്. FMൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻ FM ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ദ മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ദി റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ ടു മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഡീവിയേഷൻ ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ് ആക്ച്വലി നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി, ദിസ് ഈസ് കോൾഡ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ്. ദ ഫ്രീക്വൻസി ഡീവിയേഷൻ ഈസ് ദി എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ കാരിയർ ഫ്രീക്വൻസി പ്രൊഡ്യൂസ്ഡ് ബൈ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പോൾ നമ്മൾ ഈ FMൻ്റെ വേവ് ഫോം നോക്കുകയാണെങ്കിൽ ആക്ച്വലി ബൈ ഡീഫോൾട്ടായിട്ട് നമ്മളെ കാരിയർ സിഗ്നൽ 100 മെഗാഹെർട്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 100 മെഗാഹെർട്സ് എന്നുള്ള ഫ്രീക്വൻസി മേ ബി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 120 മെഗാഹെർട്സ് ആവാം, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 80 മെഗാഹെർട്സ് ആവാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയാം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫ്രീക്വൻസി കൂടാം. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പറയാം
100 എന്നുണ്ടായിരുന്ന കാരിയർ സിഗ്നൽ 120 ആവും, 80 ആവും. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 20 മെഗാഹെർട്സ് ആണ്. 20 മെഗാഹെർട്സ്. അപ്പോൾ 20 മെഗാഹെർട്സ് ഫ്രീക്വൻസി മേ ബി കൂടാം കുറയാം. അപ്പോൾ ഇതാണ് ആക്ച്വലി ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡീവിയേഷൻ നമ്മൾ ഡെൽറ്റ എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയെ എഫ് എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽ എഫ് ബൈ എഫ് എം. ഈ രീതിയിൽ നമുക്ക് ഒരു എഫ് എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതുവരെ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് AML നിന്നേ പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളൂ. മേ ബി എഫ് എം എന്ന് ചോദിക്കാം. അപ്പോൾ എഫ് എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് അറിയാം എന്താണെന്ന്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. എ 100 മെഗാഹെർട്സ് കാരിയർ വേവ് ഈസ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് ബൈ 10 കിലോഹെർട്സ് സൈനസോയിഡൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇഫ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഈസ് 50 കിലോഹെർട്സ്, ഫൈൻഡ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. നമുക്ക് ഓൾറെഡി ഫോർമുല അറിയാം, എന്താണ്, ഡെൽ എഫ് ബൈ എഫ് എം അല്ലേ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് കാരിയർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. FC എത്രയാണ്, 100 മെഗാഹെർട്സ് ആണ്. ഈസ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് ബൈ 10 കിലോഹെർട്സ് സൈനസോയിഡൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. FM തന്നിട്ടുണ്ട് എത്രയാണ്, 10 കിലോഹെർട്സ് ആണ് FM. ഇഫ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഈസ് 50 കിലോഹെർട്സ്, ഫൈൻഡ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് തന്നിട്ടുണ്ട് എത്രയാണ്, 50 കിലോഹെർട്സ് ആണെങ്കിൽ വാട്ട് ഈസ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് കാണാൻ പറഞ്ഞാൽ ഡെൽ എഫ് ബൈ എഫ് എം എന്നുള്ള ഫോർമുല വഴി കണ്ടുപിടിക്കാം. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ 50 കിലോഹെർട്സ് ആണ്, അതായത് 50 × 10⁻³ ഹെർട്സ് ആണ്. ഹോൾ ഡിവൈഡർ ബൈ എഫ് എം വന്നിട്ടുണ്ട് 10 കിലോഹെർട്സ് ആണ്. 10 × 10⁻³ ഹെർട്സ്. രണ്ടും കിലോഹെർട്സ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്കിവിടെ കിട്ടും 50. രണ്ടും ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് 50/10 കിട്ടും. 5 ആണ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ ഇവിടുത്തെ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് കിട്ടി 5 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എഫ് എമ്മിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എഫ് എമ്മിൻ്റെ വേവ് ഫോം, എഫ് എമ്മിൻ്റെ ഡെഫിനീഷൻ, എഫ് എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ്, എഫ് എമ്മിൻ്റെ ഫ്രീക്വൻസി ഡീവിയേഷൻ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് എഫ് എമ്മും AM തമ്മിലുള്ള ഒരു ബേസിക് കമ്പാരിസൺസ് നോക്കാം. 10 പോയിൻറ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് AM ആണ്, ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ FM ആണ്. The amplitude of carrier signal is varied in accordance with modulating signal. നമുക്ക് ഓൾറെഡി ഡെഫിനേഷൻ അറിയാം. ആംപ്ലിറ്റ്യൂഡ് ആണ് വേരി ചെയ്യുന്നതെങ്കിൽ അത് AM. The frequency of carrier signal varied in accordance with modulating signal ആണെങ്കിൽ അത് FM. അത് ഓൾറെഡി നമുക്ക് ഡെഫിനേഷനിൽ തന്നെ അറിയാം. സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ the carrier frequency remains constant with modulation. The carrier frequency changes with modulation. അല്ലേ, ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസിൽ എന്തായിരിക്കും, കാരിയർ ഫ്രീക്വൻസി എന്നുള്ളത് എന്തായിരിക്കും, എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും AM ആയതുകൊണ്ട്. പക്ഷേ FM ആണെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി എന്നുള്ളത് ഒരിക്കലും എന്താവില്ല, കോൺസ്റ്റൻ്റ് ആവില്ല. ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്ററാണ് ഫ്രീക്വൻസി. ഇപ്പോൾ 2 പോയിൻ്റ് ഡിസ്കസ് ചെയ്തു, രണ്ടും ഡെഫിനേഷനിൽ തന്നെ കിട്ടുന്നതാണ്. മൂന്നാമത്തെ പോയിൻ്റ്, മോസ്റ്റ് ഓഫ് ദ പവർ ഇൻ കാരിയർ, ദ മോസ്റ്റ് ഓഫ് ദി പവർ ഈസ് ഇൻ കാരിയർ, ഹെൻസ് ലെസ് എഫിഷ്യൻറ്റ്. ഓൾ ദി ട്രാൻസ്മിറ്റഡ് പവർ ഈസ് യൂസ്ഫുൾ. അപ്പോൾ നമ്മളൊരു AM ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം അറിയാം. ഇവിടെ ഒരു ലോവർ സൈഡ് ബാൻഡും ഒരു അപ്പർ സൈഡ് ബാൻഡും ഒരു കാരിയർ ഉള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു AM ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം 66.6% പവറും നമുക്ക് വേണ്ടത് കാരിയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പവർ ലോസുകൾ നമുക്കിവിടെ മേ ബി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ പോസിബിളാണ്. പക്ഷേ FM-ൻ്റെ കേസിൽ എല്ലാ പവറും യൂസ്ഫുൾ പവേഴ്സാണ്, പവർ ലോസുകൾ വളരെ കുറവായിരിക്കും. ഇതാണ് തേർഡ് പോയിൻ്റ്. നാലാമത്തെ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് AM ദ നോയ്സ് ഇൻ്റർഫറൻസ് ഈസ് മോർ, ബട്ട് ഇൻ കേസ് ഓഫ് FM ദ നോയ്സ് ഇൻ്റർഫറൻസ് ഈസ് ലെസ്. മോർ നോയ്സിയാണ് AM എന്ന് പറയുന്നത്, ലെസ് നോയ്സിയാണ് FM എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിൻ്റ്, AM ബ്രോഡ്കാസ്റ്റ് ഓപ്പറേറ്റ് ഇൻ MF ആൻഡ് HF റേഞ്ച്, FM ബ്രോഡ്കാസ്റ്റ് ഓപ്പറേറ്റ് ഇൻ VHF ആൻഡ് UHF റേഞ്ച്. അപ്പോൾ ഒരു AM എന്ന് പറയുന്നത് മീഡിയം ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയുടെ റേഞ്ചിലാണ് AM ഇരിക്കുന്നത്. അൾട്രാ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ വെരി ഹൈ ഫ്രീക്വൻസിയുടെ റേഞ്ചിലാണ് ആക്ച്വലി എന്തിരിക്കുന്നത്, FM ഇരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫ്രീക്വൻസി ബാൻഡുകൾ പഠിച്ചപ്പോൾ എന്താണ് മീഡിയം ഫ്രീക്വൻസി എന്നും എന്താണ് ഹൈ ഫ്രീക്വൻസി എന്നും എന്താണ് അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്നും എന്താണ് വെരി ഹൈ ഫ്രീക്വൻസി എന്നൊക്കെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ വെരി ഹൈ ഫ്രീക്വൻസി അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലാണ് FM, മീഡിയം ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി റേഞ്ചിലാണ് AM. ഇനി ആറാമത്തെ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ ഇൻ AM
ഓൺലി കാരിയർ ആൻഡ് 2 സൈഡ് ബാൻഡ്സ് ആർ പ്രസൻറ്റ്. എപ്പോഴും നമ്മൾ എയിം വരയ്ക്കുമ്പോൾ 2 സൈഡ് ബാൻഡ്സും ഒരു കാരിയർ മാത്രമേ എയിമിൽ ഉണ്ടാവുള്ളൂ. ഒരു സൈഡ് ബാൻഡ് LSPയും ഒരു സൈഡ് ബാൻഡ് USPയും. പക്ഷേ FM-ൻ്റെ കേസിൽ അങ്ങനെയല്ല. FM ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ആർ പ്രസൻറ്റ്. മോഡുലേഷൻ ഇൻഡെക്സിനനുസരിച്ച് സൈഡ് ബാൻഡ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. എപ്പോഴും AM-ൽ സൈഡ് ബാൻഡ്സിൻ്റെ എണ്ണം 2 ആണെങ്കിൽ FM-ൽ അൺലിമിറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളെ മോഡുലേഷൻ ഇൻഡെക്സിനനുസരിച്ചാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുക, സൈഡ് ബാൻഡ്സിൻ്റെ എണ്ണം കിട്ടുക. 7ാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ എക്യുപ്മെൻറ്റ് ഈസ് സിമ്പിൾ. FM-ൻ്റെ കേസിൽ ട്രാൻസ്മിഷൻ എക്യുപ്മെൻറ്റ് ഈസ് കോംപ്ലക്സ്. അപ്പോൾ ഒരു AM സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. പക്ഷേ FM എന്താണ്, ഈ ഒരു ട്രാൻസ്മിഷൻ എക്യുപ്മെൻ്റ് എന്നത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയർ ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിരിക്കും. 8ാമത്തെ പോയിന്റ് AM റിസീവർ നോട്ട് ഇമ്മ്യൂൺ ടു നോയ്സ് ബട്ട് FM റിസീവർ ഇമ്മ്യൂൺ ടു നോയ്സ്. നോയ്സിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് FM-നുണ്ട്, AM-നില്ല. ബാൻഡ് വിഡ്ത്ത് എന്നുള്ളത് ബേസിക്കലി AM-ൻ്റെ ബാൻഡ് വിഡ്ത്ത് ഹയർ ആണ്, FM-ൻ്റെ ബാൻഡ് വിഡ്ത്ത് ലോവർ ആണ്. അപ്പോൾ ഇതൊരു FM-ൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്, ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ദ വാല്യൂ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 0ക്കും 1നും ഇൻ ബിറ്റ്വീൻ ആണ് എപ്പോഴും AM-ൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് വരുന്നത്. പക്ഷേ FM-ൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് ഹാവ് നോ ലിമിറ്റേഷൻ. ഏത് തൊട്ട് ഏത് റേഞ്ച് വരെയും FM-ൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് വരാം. അപ്പോൾ ഇതാണ് 10 പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 10 പോയിൻറ്റും നമുക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു 5-6 പോയിന്റുകളെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു പാർട്ടാണ് AM FM കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ കമ്പാരിസണിൽ നമുക്ക് AM-ൻ്റെയും FM-ൻ്റെ അഡ്വാൻറ്റേജ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. AM-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FM-ൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM ഈസ് കോൺസ്റ്റൻറ്റ്, ഹെൻസ് ട്രാൻസ്മിറ്റഡ് പവർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മുടെ ട്രാൻസ്മിറ്റർ പവർ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എക്സാക്ട്ലി എന്തിൽ, FM-ൽ. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നോയ്സ് ഇൻ്റർഫറൻസ് ഈസ് മിനിമം ഇൻ FM-ൽ നോയ്സ് ഇൻ്റർഫറൻസ് കുറവായിരിക്കും. ഡിസ്റ്റോഷൻ ഈസ് വെരി ലെസ് ഇൻ FM, ഇൻ്റർഫറൻസ് ഈസ് മിനിമം. ഇൻ്റർഫറൻസ് കുറവാണ്, ഡിസ്റ്റോഷൻ കുറവാണ്, നോയ്സ് കുറവാണ്. പവർ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് റേഞ്ചിലായിരിക്കും പവർ ഉണ്ടാവുക. ഇത്രയാണ് FM-ൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആ കമ്പാരിസണിൽ പറഞ്ഞിരുന്നു, FM-ൻ്റെ ബാൻഡ് വിഡ്ത്ത് കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ FM ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് എക്യുപ്മെൻറ്റ് ഈസ് മോർ കോംപ്ലക്സ് ആൻഡ് കോസ്റ്റ്ലി. AM-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FM-ൻ്റെ ട്രാൻസ്മിറ്റിംഗ് എക്യുപ്മെൻറ്റും റിസീവിങ് എക്യുപ്മെൻറ്റും കോസ്റ്റ്ലി ആയിരിക്കും. അതുപോലെ സിൻസ് FM യൂസസ് UHF ആൻഡ് VHF റേഞ്ച്, ഇറ്റ് ഈസ് ഏരിയ ഓഫ് റിസപ്ഷൻ ഈസ് ലിമിറ്റഡ്. അപ്പോൾ ഒരു FM ടവറിൻ്റെ അണ്ടറിലുള്ള കവറേജ് ഏരിയ എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ AM അങ്ങനെയല്ല, ഒരു സിംഗിൾ ടവർ കൊണ്ട് തന്നെ മാക്സിമം ഏരിയയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് FM-ൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. FM-ൻ്റെ ബേസിക് ഫണ്ടമെൻറ്റൽസ് നമ്മൾ പറഞ്ഞു, FM-ഉം AM തമ്മിലുള്ള കമ്പാരിസണും FM-ൻ്റെ അഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്.